സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പത്മേനെയും അതുപോലെ തന്നെ കുഞ്ഞിനെയും അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞ് വന്നു, നമ്മുടെ അച്ചപ്പങ്ങൾ, അതായത് പത്മയുടെ അച്ചപ്പങ്ങൾ വന്നിട്ട് ഇങ്ങനെ കരയാണ് കേട്ടോ. അലമുറയിട്ട് ഇങ്ങനെ കരയുമ്പോഴത്തേനും അമ്മനെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണമാണ് അഞ്ജലി നേരെ അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അമ്മേ വിഷമിക്കല്ലേ അമ്മേ, ഞാനാ അഞ്ജലി ആ പത്മയുടെ കേസ് നടത്തിയത് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും അവരുടെ വിധം മാറി എടി എന്ന് വിളിച്ചുകൊണ്ട് ഇവളെ പിടിച്ചൊരു തള്ള് അഞ്ജലിനെ പുറകോട്ട്. അപ്പം ഇവ കണ്ടു നിന്ന് എല്ലാവരും ഒന്ന് ഷോക്കായി പോയി. ഇതെന്താ ഇവരിങ്ങനെ കാണിക്കുന്നത്, ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ഓർത്തിട്ട് ഉണ്ട് വല്ലാത്തൊരു ഭാവത്തില് അവരങ്ങോട്ടേക്ക് അടുത്തേക്ക് ചെന്നിട്ട് അപ്പോ നീ ആയിരുന്നു അല്ലേ ദുഷ്ടേ, എന്തിനായിരുന്നടി എൻ്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ കേസ് നീ കൊടുത്തത്, എന്ത് കാര്യത്തിനായിരുന്നടി എന്നൊക്കെ ചോദിച്ച് അലറി വിളിച്ചതുപോലെ സംസാരിക്കുകയാണ് ഈ കുഞ്ഞി. അപ്പൊ ഇത് കണ്ട് എല്ലാവർക്കും വളരെ വിഷമായിട്ടോ. ശരിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയൊരു വെള്ള തുണിയിൽ പൊതിഞ്ഞു കിടത്താനായിരുന്നെങ്കിൽ എന്തിനാടി എൻ്റെ കൊച്ചിനെ കൊണ്ട് കോടതി കയറി ഇറങ്ങിയത്, സത്യം പറയടി എന്നൊക്കെ പറഞ്ഞാണ് കുഞ്ഞി ഇവളെ പിടിച്ചിങ്ങനെ എന്തിനാ നീ എൻ്റെ കൊച്ചിനെ കൊലയ്ക്ക് കൊടുത്തത്. അപ്പൊ അഞ്ജലി ആകെ ഷോക്കായി പോയി. അഞ്ജലിയെ പിടിച്ചിങ്ങനെ ആട്ടാണ് ഇവര്. ഏയ് എന്ന് വിളിച്ച് നന്ദകുമാർ സാറ്, നിങ്ങൾ വെറുതെ വക്കീലിനെ കുറ്റം പറയാൻ നോക്കണ്ട, അവര് പത്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ഇങ്ങനെ, ഒന്ന് പോ സാറേ വെറുതെ ന്യായം പറയാതെ എന്ന് പറഞ്ഞു. ഇവൾ ഒരുത്തിയിലായിരുന്നെങ്കിൽ എൻ്റെ പപ്പിക്കൊച്ച ഇപ്പോഴും ജീവനോടെ തന്നെ ഇരുന്നേനെ, അവക്ക് ഒരു കുഴപ്പവും വരില്ലായിരുന്നോ, എൻ്റെ കൂടെ നാട്ടിൽ സുഖമായിട്ടിരുന്നേനെ. പട്ടിണിയും പരിവട്ടോ ആണെങ്കിലും എൻ്റെ കൊച്ചിനെ ജീവനോടെയും സന്തോഷത്തോടെയും എനിക്ക് കാണായിരുന്നല്ലോ, അത് മതിയായിരുന്നു എനിക്ക്. കേട്ടോ, ഇവളുണ്ടല്ലോ സാറേ, ഇവളൊരൊറ്റ ഒരുത്തി കാരണമാ എൻ്റെ മോള് ചത്തുപോയത് എന്നിങ്ങനെ പറഞ്ഞു. അയ്യോ, അപ്പൊ ഇത് കേട്ടപ്പോ ശ്യാമളയുടെ നെഞ്ചിൽ ഒരു പെടച്ചിൽ കേട്ടോ. അഞ്ജലി കാരണം എന്ന് പറഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അപ്പോൾ വേഗം തന്നെ അഞ്ജലി ആണെങ്കിൽ അതിലും വലിയതായി പോയി. ഒരു കാലത്തും ഗതി പിടിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പ്രാഗാണ് കേട്ടോ, വല്ലാത്തൊരു പ്രാഗ്. ഇത് കേട്ടപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വല്ലാത്തൊരു അസ്വസ്ഥതയാണ് കേട്ടോ. ഇവൾ ഒരു കാലത്തും ഗുണം പിടിക്കില്ല. അപ്പൊ വേഗം തന്നെ ശ്യാമള അടുത്തേക്ക് ചെന്നിട്ട്, അയ്യോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്, ദൈവത്തിന് നിരക്കാത്തതൊന്നും പറയരുത്, ഇവള് പത്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ, ഈശ്വരനാണ് സത്യം എന്നിങ്ങനെ പറയുകയാണ്. അതെ, പത്മയെ ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്നൊക്കെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അഞ്ജലി ശ്രമിക്കുക ചെയ്തത്, അല്ലാതെ ഈ നിൽക്കുന്ന പോലീസുകാരോടോ കുഞ്ഞപ്പനോടോ ആരോട് വേണമെങ്കിലും നിങ്ങളൊന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരൊന്നും മിണ്ടുന്നില്ല. അഞ്ജലി ഇങ്ങനെ നോക്കി, അഞ്ജലി തകർന്ന പോലെ ആയി പോയി, വല്ലാത്ത അവസ്ഥ. അപ്പൊ കുഞ്ഞപ്പൻ അങ്ങോട്ട് വന്നിട്ട്, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം പത്മയ്ക്ക് അഞ്ജലി ആരാണെന്നും അഞ്ജലി എന്തൊക്കെ അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് എന്നും, അതൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല എന്ന് പറയാണ്. അതുകൊണ്ട് അവളെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും കൂടപ്പറപ്പ് തന്നെയായിരുന്നു എന്നിങ്ങനെ പറയുകയാണ് കുഞ്ഞപ്പനും കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട്, അമ്മ ദയവ് ചെയ്ത് അഞ്ജലിയെ മാത്രം ശപിക്കരുത്. എന്ത് ശാപം, ആരോട് ഇനി എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, എൻ്റെ കൊച്ചു പോയില്ലേ, നിങ്ങൾ എല്ലാവരും കൂടി നന്നാക്കി അവളെ ഇല്ലാണ്ടാക്കിയില്ലേ നിങ്ങള്. കുഞ്ഞമ്മ ധൈര്യമായിട്ടിരിക്കുക, ഒന്നും അവസാനിച്ചിട്ടില്ല ഒന്നും. അതെ, പത്മയെ ഈ ഗതിയിലാക്കിയ ആരെ നമ്മൾ വെറുതെ വിടില്ല, ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അയ്യോ സ്വാമി വേണ്ടായേ എന്ന് പറഞ്ഞ ഇവര് കൈ കൂപ്പിയ പോലെ ഇങ്ങനെ പിടിക്കാട്ടോ. എല്ലാവരെയും ഞാൻ നിയമത്തിന് മുന്നേ കൊണ്ടുവരും, അതിന് കുഞ്ഞി അമ്മ വേണം, കിട്ടിയേ പറ്റോ. എൻ്റെ പൊന്നോ എൻ്റെ സ്വാമി വിട്ട് ആളെ വിടൻ്റെ പൊന്നേ എന്ന് പറഞ്ഞ് ഇത്രയും നാള് ചെയ്തു തന്ന ഉപകാരം തന്നെ ധാരാളമാണ്, ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് ഒന്നും വേണ്ടായേ, സ്വാമി ആളെ ഒന്ന് വിട് എന്ന് പറഞ്ഞ് കുഞ്ഞിങ്ങനെ നിൽക്കാണ് കേട്ടോ. അപ്പൊ പോകാൻ തുടങ്ങിയപ്പോൾ വേഗം തിരിഞ്ഞു നിന്നു. എന്നിട്ട് സാറേ, എൻ്റെ പൊന്ന് സാറേ, അതെ മരിപ്പറിയിച്ചത് തന്നെ വലിയ ഉപകാരം, കാണാൻ പറ്റിയല്ലോ, ഇനി ഇതൊന്നും കാണാനായിട്ട് കുഞ്ഞിക്ക് മനക്കെട്ടി പോരാ സാറേ, അതുകൊണ്ട് ഞാൻ പോവാ, എന്നെ ഒന്ന് വിട്ടിട് സ്വാമി വിട്ടേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത്. അയ്യോ അത് പിന്നെ അമ്മേ എന്ന് വിളിച്ചു പോലീസുകാരനെ കേട്ടോ. അത് പിന്നെ അങ്ങനെ പോയാലോ, പിന്നെ അല്ലമ്മ, അമ്മ വന്ന് അല്ലെങ്കിൽ ഈ പത്മയുടെ ബോഡി നിയമപരമായിട്ട് ഏറ്റുവാങ്ങിയാലേ ചടങ്ങുകളൊക്കെ നടത്തി ബാക്കി കാര്യങ്ങൾ
അയ്യോ എന്നെ സ്വാമി അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ കൊച്ചിനെ ഈ കൊലത്തിൽ ഇനി എനിക്ക് കാണുകയും വേണ്ട, കൊണ്ടുപോവുകയും വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇവരാകെ ഷോക്കായി പോയി. എന്ത് ചെയ്യും എന്ന് ഓർത്തിട്ട് നിങ്ങളൊക്കെ കൂടി അതിനെ കത്തിച്ച് കളയുകയോ ഒഴുക്കി കളയോ എന്താന്ന് വെച്ചാ ചെയ്തോ സാറേ, എൻ്റെ കൊച്ച് എന്താന്ന് വെച്ചാ ചെയ്തോ, എൻ്റെ കൊച്ചെന്താണെങ്കിലും പോയില്ലേ സാറേ, ഇനി എനിക്ക് എന്തായാലും എന്താ എന്ന് ചോദിച്ച് എനിക്ക് വയ്യ എൻ്റെ തമ്പുരാനെ ഈ ശവം ചുമക്കാൻ, ഞാൻ പോവാണേ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് കുഞ്ഞി അങ്ങോട്ടേക്ക് അങ്ങ് പോയി കേട്ടോ. അപ്പം ഇവരിതെല്ലാം കണ്ടിട്ട് അപ്പോൾ ഇത് കണ്ട് എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇവരുടെ കരച്ചിലും പോക്കും ഒക്കെ കണ്ടിട്ട് ആകെ കുഞ്ഞിക്ക് ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ കുഞ്ഞിക്ക് ഒന്നൊന്ന് പറയാനുണ്ടായിരുന്നത് പത്മ മാത്രമായിരുന്നു. അപ്പോൾ വേഗം തന്നെ ശിവരാമൻ വന്നിട്ട് സാറേ അവരുപേക്ഷിച്ച് പോയ സ്ഥിതിക്ക് ഞങ്ങള് പത്മയുടെ ബോഡി ഏറ്റുവാങ്ങട്ടെ, ഞങ്ങൾ നടത്തിക്കോളാം പത്മയുടെ ശവദാഹം എന്നിങ്ങനെ പറയുകയാണ് ശിവരാമൻ. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പിന്നെ കാണുന്നത് കുറുപ്പിനെയാണ്. കുറുപ്പ് വന്ന വഴി തന്നെ കാർത്തികേ എന്ന് അലറി വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത് തന്നെ. അപ്പോൾ കാർത്തിക് ഇറങ്ങി വന്ന വഴി ഇവന്റെ ചെവിക്കല്ല് തീർത്ത് ഒരെണ്ണം കൊടുക്കണം. അപ്പോൾ കാവ്യയും സേതു ഉണ്ട് കേട്ടോ. ഇതെന്തിനാണെന്നൊന്നും ഇവർക്ക് ഒട്ടും മനസ്സിലായതേയില്ല. നീ എന്ന് മുതലാടാ എന്നെ തലയ്ക്ക് മുകളിൽ കയറി ഇരുന്ന് എനിക്കിട്ടുണ്ടാക്കാൻ തുടങ്ങിയത് എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ എന്തേ പറയുന്നത്? ഞാനിപ്പോൾ എന്ത് ചെയ്തു എന്നാ? ചെയ്തത് പത്മയുടെ കൊലപാതകം എന്ന് പറഞ്ഞു. ഇവൻ ഒറ്റയ്ക്കല്ല, ഇവള് കൂടി ചേർന്നിട്ടാ ഇതൊക്കെ ചെയ്തു കൂട്ടിയിരിക്കുന്നത്. എൻ്റെ ഈശ്വര, അച്ഛൻ എന്ത് ഭ്രാന്തായി പറയുന്നത്? പത്മ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന സമയത്ത് കോടതിയിലായിരുന്നില്ല ഞാൻ, പിന്നെ ഞാൻ എങ്ങനെ അവളെ കൊല്ലൂന്നാ പറയുന്നത്? അത് തക്കല് നാഗർകോവിൽ ചെയ്തട്ടാ. എടാ മോനെ കാർത്തികേ, നീ കൊല്ലക്കുടിയിൽ സൂചി വെക്കാൻ നോക്കല്ലേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ കൊന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ നേരിട്ട് ചെന്ന് കൃത്യം നടത്തി എന്നല്ല. കാശ് ഇറക്കാമെങ്കിൽ പിന്നെ ആർക്കും ആരെയും വെച്ചും എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ അച്ഛൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാ എന്ന് പറയണം. അതെ അച്ഛാ, കാർത്തിക് പറയുന്നത് നേരാ. അത് നിനക്കെങ്ങനെ അറിയാം? നിന്നോട് പറഞ്ഞിട്ടാണോ ഇവൻ ഓരോ കാര്യവും ചെയ്യുന്നത്? അങ്ങനെ ഒരു വിശ്വാസം നിനക്കുണ്ടോ? മാത്രമല്ല നീ അറിയാത്ത ഒരിടപാടും ഇവരില്ല എന്നാണോ പുന്നാരമോള് കരുതി വച്ചിരിക്കുന്നത്? ശരി, കാർത്തിക്കിന്റെ കാര്യത്തിൽ ഞാൻ ഇനി വലിയ ഗ്യാരണ്ടി ഒന്നും പറയുന്നില്ല. പക്ഷേ അച്ഛൻ എന്നെ കൂടി ഉൾപ്പെടുത്തിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തിനാ വലിച്ചഴിക്കാൻ ശ്രമിക്കുന്നത്? എന്താച്ചാ മനസ്സിലാക്കി തരാം. എങ്കിൽ കേട്ടോ, ഞങ്ങൾ അറിയാതെ നീയും യവനും കൂടി ശംഖുചക്രത്തിൽ ചെന്ന് അനുപമയെ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം ഇവരൊന്ന് ഷോക്കായി കേട്ടോ. പെട്ടെന്ന് തന്നെ ചോദിച്ചു കേട്ടില്ലേ, കണ്ടിരുന്നോ? ശംഖുചക്രത്തിൽ നിന്ന് തിരികെ വന്ന നിങ്ങൾ രണ്ടുപേരോട് ചേർന്ന് എന്തൊക്കെ പ്ലാനും പദ്ധതിയുമാണ് ആസൂത്രണം ചെയ്തത്? അതാ എനിക്കറിയേണ്ടത്. അച്ഛാ അത് പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞു വേഗം തന്നെ അവൻ. അപ്പോൾ വേഗം തന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിയാണ്. അനുപമ ചേച്ചി വിളിച്ചിട്ട് ഞാനും കാവ്യം അവിടെ പോയി എന്നുള്ളത് സത്യം തന്നെയുള്ള കാര്യമാണ്. പത്മ കേസിൽ അധികം വൈകാതെ ഒരു ടെസ്റ്റ് ഉണ്ടാകുമെന്നും വീട്ടുകാർ ഉറപ്പിച്ച കല്യാണത്തിൽ നിന്ന് അർജുൻ എസ്കേപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അനുപമ ചേച്ചി വിളിച്ചു പറഞ്ഞിരുന്നു. ആ സമയത്ത് നിങ്ങൾ എന്തിനാ ഈ പിള്ളേർ വിളിച്ച് അതും ഇതും പറഞ്ഞ് ഏരികയറ്റുന്നത് എന്ന് ചോദിക്കുകയാണ് സേതു നീ ഇതിനകത്ത് ഇടപെടണ്ട, മിണ്ടാതെ അവിടെ നിന്നോ. അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ടായിരിക്കും, അല്ലാതെ തന്നെ അവൾക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടായിരിക്കുമോ? ഒന്ന് മിണ്ടാതെ നിൽക്കട്ടെ സേതു എന്ന് പറഞ്ഞു. നീ പറയടാ എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നു എന്നുള്ള സത്യമാണ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമൺ ശത്രു ഒരാളാണെന്നും ചെയ്യേണ്ടത് പോലെ ചെയ്താൽ നമ്മുടെ രണ്ടുപേരുടെയും കാര്യങ്ങൾ സ്മൂത്തായി നടക്കുമെന്നും അവർ എന്നോട് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ നീ പത്മയെ അങ്ങ് തീർക്കാമെന്ന് വെച്ചത്? അയ്യോ അല്ലച്ച, ഒന്ന് പറയട്ടെ. കല്യാണ പന്തലിലെത്തിയാലും അർജുൻ എന്തെങ്കിലും ഉടായിപ്പ് കാട്ടും എന്നെനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം തീരുമാനിച്ചു. അവനെ ഒന്ന് ലോക്കാക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയെ സ്കെച്ച് ഇട്ട് നിർത്താനായിട്ട് ഞാൻ ആളെ വിട്ടു എന്നുള്ളത് നേരെ തന്നെയാണ് എന്ന് പറഞ്ഞു. അവരത് ചെയ്യുകയും ചെയ്തു. പക്ഷെ അഞ്ജലിയുടെ ഗൺ പോയിന്റിലാണെന്ന് വിരട്ടി കാവ്യമായിട്ട് അർജുന്റെ കല്യാണം നടത്തുക, അതായിരുന്നു. അത് കഴിഞ്ഞ അഞ്ജലി അങ്ങ് തീർത്തു കളഞ്ഞ പിന്നെ കേസിൽ നിന്ന് എന്നേക്കുമായി രക്ഷപ്പെടാമെന്ന് ഞാൻ വിചാരിച്ചു. അതിൽ തെറ്റു പറയാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ എന്റെ കണക്കുകൂടലൊക്കെ തെറ്റിച്ചുകൊണ്ട് അഞ്ജലി പത്മയുമായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല ചാ.
സത്യമായിട്ടും എൻ്റെ ആൾക്കാരും പത്മയെ കൊന്നിട്ടില്ല എന്ന് ഉറപ്പിച്ച് കാർത്തിക് പറഞ്ഞു. ഞാൻ ഈ കേസിൽ തീർത്തും നിരപരാധിയാ. നിരപരാധി? നീ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കാർത്തികേ. പറഞ്ഞില്ല എന്ന് വേണ്ട. നിനക്കെന്താടാ ആ ഗോവിന്ദനുണ്ണിയുടെ മകളുമായിട്ട് എന്താടാ ഏർപ്പാട് എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്. ഡാ, ഒരു കാര്യം പറഞ്ഞേക്കാം, മനുഷ്യ എന്തു പിന്നെന്നാ ചോദിച്ചതാ. നീ രാത്രി അവളെ കാണാനായിട്ട് ആ വീട്ടിൽ ചെന്നിരുന്നു അല്ലടാ. എന്നിട്ട് നീ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് പോരാഞ്ഞിട്ട് അവൻ ഉണ്ടാവാൻ നിൽക്കുന്ന കണ്ടില്ലേ എന്ന് പറയണം. എന്റെ ദൈവമേ, മനുഷ്യനെ നാണം കെടുത്താനായിട്ടോ ഓരോരോ ജന്മങ്ങള് എന്നിങ്ങനെ പറഞ്ഞ് കാർത്തികിന്. അച്ഛാ, അതൊക്കെ വേറെ ഇൻഫാക്ച്വേഷൻസ് മാത്രമാണ്, അച്ഛൻ വിട്ടുകളാ. പക്ഷേ അച്ഛാ, ഇത് ഏതായാലും ഒരു കാര്യം സത്യമാണ്. അഞ്ജലിയെ ഗവൺമെന്റിൽ നിർത്താൻ പദ്ധതിയുടെ കാര്യം കാർത്തിക് അച്ഛനോടും രാഘവനങ്ങളോടും നേരത്തെ അത് പറഞ്ഞിരുന്ന തന്നെയാണ്. പക്ഷേ ഞാനത് അറിയുന്നത് കല്യാണ മണ്ഡപത്തിൽ എത്തിയതിനു ശേഷമാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് പോലും. അതുകൊണ്ട് ഇതിൽ എനിക്കൊരു പങ്കുമില്ലാന്ന് അച്ഛനൊന്ന് മനസ്സിലാക്കണം. നീയുമല്ല അവനുമല്ല. പിന്നെ ആരാ അപ്പൊ പത്നിയെ തീർത്തത്? ആരാ? അതാണ് എന്റെ ചോദ്യം. കേട്ടില്ലേ എന്ന് ചോദിച്ചു. അത് പിന്നെ ഒരു പക്ഷേ ഇവരെ മുൻപ് നിർത്തിയിട്ട് അനുപമയാണോ ഈ കൊല ചെയ്തതെങ്കിലോ എന്ന സേതുവിനൊരു സംശയം. അപ്പൊ കുറുപ്പിനും വീണ്ടും കുറുപ്പ് പിന്നെയും അനുപമയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ഇവർ കറങ്ങി തിരിഞ്ഞ് ഇങ്ങനെ റൗണ്ട് ചുറ്റി ഓരോരുത്തർ കുറ്റം പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് എന്നുള്ളത് സത്യം. പിന്നെ കാണുന്നത് പത്മേനെയാണ്. പത്മേനെ ദഹിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പൊ കർമ്മം ചെയ്യുന്നത് രാജീവാണ് കേട്ടോ. അവന്റെ ആങ്ങള എന്നുള്ളൊരു സ്ഥാനം രാജീവിനുണ്ടായിരുന്നല്ലോ. അപ്പൊ പത്മയുമായിട്ടുള്ള നല്ല നിമിഷങ്ങളും അവളുമായിട്ടുള്ള ഡാൻസും ഒക്കെ ആലോചിച്ചിങ്ങനെ നിന്ന് ഓരോരുത്തരും സങ്കടപ്പെട്ട് നിന്നിങ്ങനെ കരയാണ് കേട്ടോ. അപ്പൊ കർമ്മങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അപ്പൊ കുടമൊക്കെ ഉടച്ച ശേഷം ചിതയ്ക്ക് തീ കൊളുത്താനായിട്ട് രാജീവ് ഇങ്ങനെ ചിതയൊക്കെ അല്ലെങ്കിൽ ആ തീയൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് പോലീസ് വണ്ടിയും ഒരു ആംബുലൻസും അങ്ങോട്ട് വെപ്രാളം പിടിച്ചതുപോലെ വരുന്നത് കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ പോലീസുകാർ, നമ്മുടെ നന്ദകുമാർ സാറും കൂടെ രണ്ടുപേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വരുന്ന കണ്ടുകൊണ്ട് പെട്ടെന്ന് ഇവരിങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രം പെട്ടെന്ന് നന്ദകുമാർ സാർ അങ്ങോട്ടേക്ക് എത്തി. എടോ, തൻ്റെ ഫോണിലേക്ക് ഞാൻ എത്ര തവണ വിളിച്ചുടോ എന്നിങ്ങനെ ചോദിച്ചു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞാൽ ഇപ്പോഴാ സമാധാനം ആയത് എന്ന് നന്ദകുമാർ സാർ പറയണം. താൻ എവിടെയാണോ? തന്നെ വിളിച്ചിട്ട് കിട്ടിയതുമില്ല സാർ. അത് പിന്നെ ഫോൺ ഇനിയിപ്പോൾ അത് വിട് എന്ന് പറഞ്ഞു. എന്തായാലും ദഹനം നടന്നില്ലല്ലോ. ഈ കിടക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പത്മകുമാരി ആകണം എന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി കേട്ടോ. ഇതെന്താ ഈ സാർ ഇങ്ങനെ പറയണത്? അവസാന നിമിഷം ഇത്രയും നേരം പത്മയായിരുന്നല്ലോ. നസീമയാകാനാണ് സാധ്യത. സാറ് നസീമയോ എന്ന് ചോദിച്ചു. അതെ, എന്നോടൊപ്പം ഈ വന്നിരിക്കുന്നത് തക്കല സ്വദേശികളായ ദമ്പതിമാരാണ്, റാഫിയും ഖദീജയും എന്ന് പറഞ്ഞു. സാർ എന്തേ പറയുന്നത് എന്നിങ്ങനെ ചോദിക്കാണ്. ഇവർ ആകാംക്ഷയോടെ ഇങ്ങനെ നിൽക്കാണ്. സാർ എന്തൊക്കെ ഈ പറയുന്നത്? അപ്പം ഇവരുടെ മകൾ നസീമ 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, പക്ഷേ ഇവർ മിസ്സിംഗ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത് പാർവതീപുരം പോലീസ് സ്റ്റേഷനിലായിരുന്നു. നസീമയുടെ ഭർത്താവിന്റെ വീട് ആ പ്രദേശത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയാണ് അവർ ഫയൽ ചെയ്യുകയും ചെയ്തത് എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു വരുന്നത്, അതെ, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പത്മ എന്ന് കരുതി നിങ്ങൾക്ക് കൈമാറിയ ആ ബോഡി നസീമയുടേതാണ് എന്നൊരു സംശയം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഒന്ന് ഞെട്ടി കേട്ടോ എല്ലാവരും. സാർ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ കയ്യിലിരുന്ന ആ തീ എന്താ പറയാ കൊളുത്താൻ വെച്ചിരുന്ന തീയൊക്കെ കൂടെ നിലത്തിട്ടു. അപ്പൊ പത്മയുടെ ബോഡി ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഫസ്റ്റ് ഓഫ് ഓൾ. ഇപ്പൊ നിങ്ങൾക്ക് കൈമാറിയ ഈ ബോഡി നസീമയുടെ തന്നെയാണോ എന്ന് ഞങ്ങൾക്കൊന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് ബോഡി വിശദമായ പരിശോധനയ്ക്ക് ഒന്നുകൂടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകേണ്ടതായി ഉണ്ട്. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞു. സർ ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അഞ്ജലി, ഞങ്ങളും ആകെ കൺഫ്യൂസ്ഡ് ആണ്. പത്മ ആക്രമിക്കപ്പെട്ടെന്നും അവളെ ആരൊക്കെയോ ചേർന്ന് പിടിച്ചോണ്ട് പോയെന്നും അമ്പാടി റിപ്പോർട്ട് ചെയ്തത് തക്കല പോലീസ് സ്റ്റേഷനിലാണ്. ആ സ്ഥിതിക്ക് അപ്പോ പാറശാല ബോർഡറിൽ സമാനമായൊരു ബോഡി ലഭിച്ചപ്പോ അവർ ആദ്യം അതിർത്തി സ്റ്റേഷനിലുള്ള തക്കലയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അങ്ങനെ വന്നപ്പോ ആ തക്കല സ്റ്റേഷനിലെ ഓഫീസേഴ്സ് അമ്പാടിയുടെ സ്റ്റേറ്റ്മെന്റുമായിട്ട് അതിനെ ചേർത്ത് വായിച്ച് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ അത് മാത്രവുമല്ല ചെയ്തത്, പ്രത്യേകിച്ച് അമ്പാടിയുടെ മൊഴിയിലുള്ള ആ ഭർത കൂടി ട്രാക്കിൽ നിന്ന് കിട്ടിയപ്പോൾ അവർ സംശയിച്ചതേ ഉണ്ടായില്ല. സർ, അപ്പോൾ
പാർവതിപുരത്തെ നസീമയുടെ മിസ്സിംഗ് കേസുമായിട്ട് തക്കല പോലീസ് അത് ക്രോസ് ചെക്ക് ചെയ്തില്ല എന്നാണോ സാർ പറയുന്നത്? അതെങ്ങനെയാ പോസിബിൾ ആകുന്നത് എന്ന് ചോദിച്ചു അഞ്ജലി. അതൊക്കെ അതിർത്തിക്കപ്പുറം നടന്ന കാര്യങ്ങളല്ലേ അഞ്ജലി. എന്നായി എങ്ങനെ സംഭവിച്ചതെന്ന് വിശദമായി ഒന്നുകൂടി പരിശോധിക്കേണ്ടി വരും അഞ്ജലി എന്ന് പറഞ്ഞു. സർ, എന്റെ ഊഹം ശരിയാണെങ്കിൽ കാളപ്പെറ്റു എന്നോർത്ത് തമിഴ്നാട് പോലീസ് കയറെടുത്തത് തന്നെയാണ് സാധ്യത. ബോധി അതിർത്തിക്ക് അപ്പുറത്തേക്ക് പറഞ്ഞു വിട്ട അവരുടെ പണി എളുപ്പമാകൂലോ. പിന്നെ അതിർത്തിക്ക് ഇപ്പുറമുള്ള നമ്മുടെ ആശാന്മാരും കാര്യങ്ങൾ നേരെ ചൊവ്വെ പരിശോധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം കരുതാനായിട്ട്. അവരും അവരുടെ പണി ഏറ്റവും എളുപ്പം അങ്ങ് ചെയ്തു, അത്ര തന്നെ എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പൊ ഇവരെല്ലാവരും സാർ അപ്പൊ പത്മയുടെ ബോധി പത്മ ആക്രമിക്കപ്പെട്ടു എന്നുള്ളത് നേരെയാണ്. അത് സ്ഥിരീകരിക്കാൻ അമ്പാടിയുടെ മൊഴി മാത്രം മതിയാവും. പക്ഷേ പത്മ കൊല്ലപ്പെട്ടു എന്നതിന് ഇപ്പോഴും നമ്മുടെ കയ്യിൽ ഒരു തെളിവും ലഭിച്ചിട്ടില്ല. ആ കുട്ടി മിസ്സിംഗ് ആകാനും ചിലപ്പോൾ സാധ്യതയുണ്ട് എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അങ്ങനെയാണെങ്കിലും അപ്പോൾ ഇവരുടെ മുഖത്തൊക്കെ ഒരു സന്തോഷവും ചിരിയൊക്കെയാണ് വരുന്നത് കേട്ടോ. ആര്യയൊക്കെ ഭയങ്കര സന്തോഷത്തിൽ മിസ്സിംഗ് ആണെങ്കിലും ജീവനോടെ ഉണ്ടല്ലോ പത്മ എന്നോർത്തപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ വല്ലാത്തൊരു സന്തോഷമാണ് അവരുടെ മുഖത്തെല്ലാവരുടെയും വന്നത് കേട്ടോ. അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗെയിൻ.